എൻ്റെ നല്ല ദൈവമേ, എൻ്റെ വായിലെ വാക്കുകളും ചിന്തകളും ഈ സന്ദർഭത്തിൽ ഏറ്റവും ഫലപ്രദമാകത്തക്ക വിധം അങ്ങയുടെ ആത്മാവിനെ എൻ്റെ മേലയക്കണമേ. മലങ്കര മാർത്തോമ സഭാധ്യക്ഷൻ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത, സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് അഭിവന്യ ഡോക്ടർ ഐസക് മാർ പീലക്സിനോസ് തിരുമേനി, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ തോമസ് മാർ തിത്തോസ് തിരുമേനി, മറ്റ് അഭിവന്യരായ തിരുമേനിമാർ, ആദരണീയരായ പട്ടക്കാർ, മാർത്തോമ സുവിശേഷ സേവികാ സംഘം ചുമതലക്കാർ, മറ്റെല്ലാ പ്രിയ സഹോദരി സഹോദരങ്ങളുമേ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. നമ്മളിന്ന് ഒരു സുവിശേഷ ഭാഗം കേട്ടു. ഇപ്പോൾ തീത്തോസ് തിരുമേനി ഒരു വലിയ ചാലഞ്ച് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഒരു വിപ്ലവ മാതാക്കളാകാനുള്ള ഒരാഹ്വാനമാണ് തിരുമേനി നൽകിയത്. ഇത് മാരാമൺ കൺവെൻഷൻ 131ാമത് മാരാമൺ കൺവെൻഷൻ്റെ 6ാമത്തെ ദിവസമാണ്. ഈ സ്ഥലത്തും ഇങ്ങനെയുള്ള വേദിയിലും ഞാൻ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ എന്നെ ഇതിലേക്ക് ക്ഷണിച്ച എല്ലാവരോടുമുള്ള സ്നേഹം ആദ്യം അറിയിക്കുന്നു. ഇന്നത്തെ ഈ സുവിശേഷം, ലൂക്കോസിൻ്റെ സുവിശേഷം 13ാമത്തെ അധ്യായത്തിലുള്ള 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ആലോചനയ്ക്ക് വിഷയമായി സ്വീകരിച്ചിരിക്കുന്നത്. ആ സുവിശേഷ ഭാഗത്ത് പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്ന് തൊടുന്നു, മറ്റൊന്ന് നിവർത്തുന്നു, നിവരുന്നു, അടുത്തത് ബന്ധന വിടുതി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സ്വതന്ത്ര ആകുന്നു. ഈ 3 കാര്യങ്ങൾ നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഒരു കേന്ദ്രത്വത്തിലേക്ക് വന്ന് വീടകങ്ങളും സമൂഹവും ദേശവും ഒക്കെയും അനുഭവപ്പെടുന്ന ഒരു സാധ്യതയാണ് നമുക്കിന്ന് ആലോചിക്കേണ്ടത്. ഒരു 10-15-16 വർഷം മുൻപ് ഞാൻ എൻ്റെ 2 ആൺമക്കളുമൊത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. അതിലേളയ മോൻ നല്ല വികൃതിയാണ്. ആ സമയത്ത് ഞങ്ങളുടെ അടുത്ത് 2 ചെറുപ്പക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പം അവർ ജൂബയും അവരുടെ പാൻസും ഒക്കെ എൻ്റെ അപ്പോൾ അത് ഷമാശനോ അച്ഛനോ ആണോന്ന് ഒരു സംശയം തോന്നി. അപ്പം ഞാൻ ഈ വികൃതിയായിരുന്നവനോട് പറഞ്ഞു, അത് അച്ഛനാണെന്ന് തോന്നുന്നു, നീ കുറച്ച് അടങ്ങിയിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അവരിവനോട് സംസാരിച്ചു. അപ്പോൾ അന്ന് അത്രയും വർഷം മുൻപ് ഞാൻ കേട്ട ഈ കാര്യം പക്ഷേ എൻ്റെ മനസ്സിൽ വളരെ തൊട്ടു. അത് മാർത്തോമ സഭയിലെ 2 ഷമാശന്മാരായിരുന്നു. എനിക്ക് തോന്നുന്നു അവർ ഡീക്കൻ പട്ടത്തിലേക്ക് പോവുകയാണോ അതോ പട്ടം തന്നെ സ്വീകരിക്കുന്ന അടുത്ത ദിവസങ്ങളാണോ എന്ന് സംശയമുണ്ട്. അവർ ബോംബെയിൽ നിന്ന് വരികയാണ്. ബോംബെ റെഡ് സ്ട്രീറ്റിലുള്ള മാർത്തോമ സഭയുടെ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഷമാശന്മാരായിരുന്നു അത്. അപ്പോൾ ആ ഇടയ്ക്ക് എപ്പോഴും എയ്ഡ്സ് ഇങ്ങനെ പല ഡിസ്കഷൻസൊക്കെയുള്ള ഒരു സമയമാണ്. അപ്പം ഞാൻ ഈ ചെറുപ്പക്കാരോട് ഞാനും വർത്തമാനം പറഞ്ഞു. ആദ്യം ഈ ഇളയ മോനാണ് ഇങ്ങനെ കുസൃതി കാണിച്ച് വർത്തമാനം പറഞ്ഞു. അപ്പോൾ സംസാരിച്ചപ്പോൾ അവരവിടെ പ്രവർത്തിക്കുകയാണ്. കുഞ്ഞുങ്ങളെ അവർ ടേക്ക് കെയർ ചെയ്യുന്നു. സ്ത്രീകൾക്കും വേണ്ടുന്ന ആരോഗ്യ സുരക്ഷാ കാര്യങ്ങൾക്കൊക്കെ അവർ സഹായിക്കുന്നു. ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഇന്നത്തെ ഈ വായനാ സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യം ഇതൊരു ടച്ചിങ്ങാണ്, ഒരു തൊടലാണ്, സ്പർശനമാണ്. സ്പർശനം ഇന്ന് കുറേ നാൾ മുമ്പ് ദേശീയ അവാർഡ് ലഭിച്ച ഒരു സിനിമയുടെ പേര് സ്പർശനം. സ്പർശിക്കുക എന്ന് പറയുന്നു, തൊടുക എന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു ജീവിതത്തിലെ ഏറ്റവും ഒരാളിങ്ങനെ മനസ്സ് തകർന്നിരിക്കുമ്പോൾ, അല്ലേ, നമ്മൾ സങ്കീർത്തനം 34 തോന്നുന്നു പറയുന്നുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. അപ്പോൾ ഈ ഹൃദയം നുറുങ്ങിയിരിക്കുമ്പോൾ
സമീപത്ത് നിന്ന് ഒരാൾ നമ്മളെ തൊടുകയാണെങ്കിൽ അത് ഒരു വലിയ സമാധാനം, വിശ്രാന്തിയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഫിസിക്കലായിട്ടുള്ള ഒരു സ്പർശം ഇല്ലെങ്കിൽ പോലും ചിലർ നമ്മളോട് ഫോൺ വിളിക്കുമ്പോൾ നമ്മൾ ഏങ്ങലടിച്ച് കരഞ്ഞു പോകും. കാരണം അവരുടെ വാക്കുകൾ നമ്മുടെ മനസ്സിനെ തൊട്ടു. ഈ സ്പർശനം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഇന്ന് കൂടുതൽ തൊടുന്നത് ടച്ച് സ്ക്രീനുകളിലാണ് അല്ലേ? ഇന്ന് എനിക്ക് തോന്നുന്നു മറ്റ് ടൈപ്പ് ചെയ്യുന്ന ഫോണുകൾക്ക് നമ്പർ ഡയൽ ചെയ്യുന്നതിന് പകരം നമ്മളുടെ മുഴുവൻ ഇടപാടുകളും സ്ക്രീനിലാണ്. ഇപ്പം ഞാൻ തന്നെ പല ഫയലുകളും കാര്യങ്ങളും ഒക്കെ ഈ ഒരു സ്പർശനത്തിലാണ് കരുതുക. പക്ഷേ ഈ വെർച്വലായിട്ടുള്ള ഈ ഇടത്തിലെ തൊടലല്ല ഇന്ന് ആവശ്യം. അച്ഛനും തിരുമേനി മുമ്പ് പറഞ്ഞത് അത് തന്നെയാണ്. നമ്മൾ തൊടണം. ഇവിടെ കൂനിയായ സ്ത്രീയാണ്. 18 സംവത്സരമായി അവൾ കുനിഞ്ഞാണ് ജീവിക്കുക. അവർ ഒരു കുനിഞ്ഞ് മാത്രം നിൽക്കുന്ന ആളുകളുടെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ അന്ന് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ മുത്തശ്ശി വല്യമ്മയുടെ ചെറുപ്പകാലത്തിൽ അത്രയും എനിക്കൊന്ന് വല്യമ്മച്ചി ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കൊരു ചെറിയ കൂനുണ്ട്. അടുപ്പ് പലതും കുനിഞ്ഞായിരുന്നു ഇവിടെ തറയിലാണ്. അപ്പോൾ ഇവർ ദീർഘകാലമായിട്ട് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു കടയിൽ ഒരു അമ്മച്ചി, എനിക്കൊന്നും അവർക്ക് അവസാനമൊക്കെ ആയപ്പോൾ തന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ നിവരാൻ പറ്റില്ല. കാരണം അവർ കുനിഞ്ഞിരുന്നു പ്രവർത്തിക്കുകയാണ്. കാണുന്ന ലോകത്തിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇടമുണ്ട്. അത്രയേ ഉള്ളൂ ലോകം. കുനിഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ സ്ത്രീ, നമുക്കറിയാം ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകത, പലതരത്തിൽപ്പെട്ട സ്ത്രീകൾ യേശുവിൻ്റെ അടുത്തേക്ക് വരുന്ന അവരുടെ അനുഭവത്തെ, അവരുടെ വിശ്വാസത്തിൻ്റെ കർത്തൃത്വത്തെ പ്രഖ്യാപിക്കുന്ന ഒരു ഇടങ്ങളുള്ള ഒരു സുവിശേഷം കൂടുതലുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരു കാത്തലിക് അപ്ബ്രിങ്ങിങ്ങിലാണ് വളർന്നത്. അപ്പോൾ അന്ന് സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് സ്ത്രീകളുടെ സുവിശേഷം എന്ന് പഠിപ്പിച്ചത് ഞാൻ ഓർക്കുകയാണ്. കാരണം ഒരുപാട് സ്ത്രീകൾ അവന് ശിഷ്യകളും ഉണ്ടായിരുന്നു എന്ന് ലൂക്കോസ് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ത്രീ സാന്നിധ്യമുണ്ട്. അതിൽ ചിലർ നേരിട്ട് വന്ന് സംസാരിക്കുന്നുണ്ട്. ഇപ്പം കനാന്യ സ്ത്രീയൊക്കെ പോലെയുള്ള സ്ത്രീകൾ നേരിട്ട് വന്ന് നേരെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഭയചകിതരായിട്ട് മാറി നിൽക്കുന്ന, കഷ്ടിച്ച് തൊടലനുഭവിക്കുന്ന 2 സ്ത്രീകളുണ്ട്. അതിലൊരു സ്ത്രീ ഈ കൂനിയായ സ്ത്രീയാണ്. അവൾക്ക് നിവർന്നു നിൽക്കാൻ സാധിക്കില്ല. അവൾ ഒരു അരികിലാണ് നിൽക്കുന്നത്. അവളുടെ അരികിലേക്ക് കർത്താവ് ചെല്ലുകയും അവളെ തൊടുകയും ചെയ്യുകയാണ്. അവളുടെ മേൽ കൈവച്ചു എന്നാണ് പറയുക. ചിലപ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മൾ ഈ വീടകങ്ങളിൽ രോഗികളായിരിക്കുന്നവർ, വൃദ്ധരായിരിക്കുന്നവർ, അവർ ചില സമയത്ത് ഒരു സ്പർശം എത്ര ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ചില വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാം ആ വീട്ടിലുള്ള ആളുകൾ ഈ വൃദ്ധജനങ്ങളുമായി കൂട്ടിത്തൊടുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായൊരു തെളിവ് അവരുടെ കാൽനഖങ്ങൾ നോക്കിയാൽ മതി. കാൽനഖങ്ങൾ നീണ്ട് കൂർത്ത് വളഞ്ഞ് ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് നമ്മൾ എത്ര ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിലും എന്തൊക്കെയാണെങ്കിലും അവരുടെ ശരീരത്തിൽ ഒരു അനാഥത്വം നിലനിൽക്കുന്നുണ്ട്. മകനോ മകളോ അമ്മയുടെയോ അപ്പൻ്റെയോ കാലെടുത്തും മടിയിൽ വെച്ചിട്ട് നഖം വെട്ടിക്കൊടുക്കുക എന്ന് പറയുന്നത്, ഇതെനിക്ക് തോന്നുന്നു ഒരു വാർദ്ധക്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ്. ഇത് നമ്മൾ തന്നെ ചെയ്യണമെന്നില്ല, വീട്ടിൽ ആർക്കും ചെയ്യാം. മക്കളോട് പറയുന്ന അച്ഛൻ്റെ നഖം വെട്ടിക്കൊടുക്കുക. 2 പ്രാവശ്യം പറഞ്ഞാൽ പിന്നീട് അവരത് ചെയ്യും. ഈ അപ്പച്ചനും അമ്മച്ചിയും ഇവരെ കാത്തിരിക്കുകയും ചെയ്യും. കൈനഖങ്ങളും കാൽനഖങ്ങളും ഒരു അടയാളമാണ്. ആ വിണ്ട കാലടികൾ ചിലപ്പോൾ ശരീരത്തിന് രോഗം കൊണ്ട് ചിലപ്പോൾ ദുർഗന്ധം ഉണ്ടായെന്ന് വരാം. അമ്മയുടെ കട്ടിലിൽ ഇരിക്കാൻ മടിക്കുന്ന കുട്ടികളെ നമുക്കറിയാം. അവരെത്ര ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അവരെത്ര പ്രാവശ്യം ഈ മൂത്രത്തിലും ഈ മക്കളുടെ മൂത്രവും മലവും കൈകൊണ്ടെടുത്തിട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ അതിൽ കിടന്നിട്ടുള്ളവരായിരിക്കും. പക്ഷെ നമ്മളുടെ തൊടൽ, നമ്മുടെ സ്പർശം വീടകങ്ങളിൽ ആവശ്യമാണ്, സമൂഹത്തിൽ ആവശ്യമാണ്, അത് പുറത്തും ആവശ്യമാണ്. വിധവയുടെ മകനെ സുഖപ്പെടുത്തുന്ന ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെയാണ്. അവൻ്റെ മഞ്ചത്തിൽ അവൻ തൊട്ടു എന്ന് നമ്മൾ കാണുന്നുണ്ട്. തൊടുകയാണ്. വിധവയാണ്, ഒരേ ഒരു കുഞ്ഞേ ഉള്ളൂ. ആ കുഞ്ഞിൻ്റെ മരണം അമ്മയ്ക്ക് എത്ര സങ്കടമായിരിക്കും. ആ കുഞ്ഞിൻ്റെ ശവമഞ്ചത്തെ കർത്താവ് തൊടുകയാണ്. നമ്മളുടെ ജീവിതത്തിൽ
സ്പർശങ്ങൾ ആവശ്യമാണ്. സ്പർശനം തിരിച്ചറിയാനും സാധിക്കണം. ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെയാണ് 12 സംവത്സരമായ രക്തസ്രാവക്കാരിയായ സ്ത്രീ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടതും എന്നെ തൊട്ടതാര് എന്ന് ചോദിക്കുന്നതും. അപ്പോൾ നമ്മളെ ഒരാൾ തൊടുന്നുണ്ടെങ്കിൽ, തൊടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് അവിടെ ഒരു സങ്കടമുണ്ടെങ്കിൽ, ഒരു വേദനയുണ്ടെങ്കിൽ, ഒരു ആവശ്യമുണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയാൻ സാധിക്കുന്ന സൂക്ഷ്മങ്ങളായിട്ടുള്ള ത്വക്ക് നമുക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ ചെവി ആവശ്യമാണ്, അല്ലെങ്കിൽ ഇന്ദ്രിയ ജ്ഞാനം ആവശ്യമാണ്. ഈ ലോകത്തിൽ ഇന്ന് ഏറ്റവും അനുഭവപ്പെടുന്നത് സ്നേഹദാരിദ്ര്യമാണ്. എനിക്ക് തോന്നുന്നു, ഞങ്ങൾ 6 മക്കളാണ് വളർന്നത്. മാതാപിതാക്കൾ അധ്യാപകരായിരുന്നു. പക്ഷെ അവരുടെ വരുമാനം കൊണ്ട് ജീവിക്കുമ്പോൾ ഞാൻ മൂത്ത മകളെന്ന നിലയ്ക്ക് എന്ത് സാധനം കിട്ടിയാലും സൂക്ഷിച്ചു വെച്ചിട്ട് മുറിച്ച് അല്ലാത്ത അനിയന്മാർക്കോ അനിയത്തിക്കോ കൊടുക്കും. അപ്പോൾ ഇതൊരു പരസ്പരം ഉണ്ടാകുന്നു. ഇന്നും ഇത്ര പ്രായമായിട്ടും കാണുന്ന ഉടനെ സഹോദരങ്ങൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ, പറയാതെ തന്നെ നമ്മുടെ ഒരു ആവശ്യം അറിയുന്നുണ്ടെങ്കിൽ, സ്നേഹം കൊണ്ട് വിദൂരത്ത് നിന്നുകൊണ്ടുള്ള ആലിംഗനങ്ങളും സ്പർശങ്ങളും ഉണ്ടാകും. ഞാൻ നാട്ടിലിരിക്കുകയും അവർ വേറെ ഇടത്തായിരിക്കുകയും ചെയ്യുന്നില്ല. നിങ്ങൾക്കൊക്കെയും കാണും ഇത്തരം അനുഭവങ്ങൾ സഹോദര സ്നേഹത്തിൻ്റെ. അപ്പോൾ വീടകങ്ങളിൽ തൊടാൻ, കരുതാൻ, സ്നേഹിക്കാൻ, മനസ്സിലാക്കാൻ സാധിക്കണം. ഇവിടെ മനുഷ്യത്തെ അല്ലെങ്കിൽ ആ ഒരു അന്തസ് കെട്ടടത്തു നിന്നാണ്, രോഗാവസ്ഥ കൊണ്ട് അവൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്, അവിടേക്കാണ് കർത്താവ് ചെന്ന് തൊടുന്നത്. മനുഷ്യാന്തസ്സിൻ്റെ വീണ്ടെടുപ്പുണ്ട്. ഇത് നമുക്കൊക്കെ ഈ ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ നാട്ടിൽ സാമ്പത്തികമായിട്ടോ ജാതീയമായിട്ടോ അനാഥരായിരിക്കുന്ന അല്ലെങ്കിൽ പീഡ അനുഭവിക്കുന്നവരുടെ മനുഷ്യാവസ്ഥയ്ക്ക്, മനുഷ്യാന്തസ്സിന് ഭംഗം വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലുള്ളവരുടെ അന്തസ്സ് ഹനിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ തൊട്ടേ തീരുള്ളൂ. അവരുടെ വേദന നമ്മൾ തിരിച്ചറിഞ്ഞേ തീരുള്ളൂ. ഇന്നത്തെ സാമൂഹ്യമായിട്ടുള്ളൊരാവശ്യമാണിത്. നമ്മുടെ തൊഴിലിടങ്ങളിൽ, ഇപ്പം നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു, അല്ലെ കോളേജിൽ വർക്ക് ചെയ്യുന്നു, നിങ്ങൾ ആ സ്കൂളിൽ ജോലി ചെയ്യുന്നു, എവിടെ ജോലി ചെയ്യുമ്പോഴും അവിടെയുള്ള മനുഷ്യൻ്റെ ആവശ്യത്തെ കരുതാൻ, കാണാൻ സാധിക്കുമ്പോഴാണ് പ്രസംഗങ്ങൾക്കപ്പുറത്തേക്ക് ക്രിസ്തു ജീവിക്കുന്നത്. നമ്മളുടെ കൈവിരലുകൾ സാന്ത്വനത്തിൻ്റെ സ്പർശങ്ങളായി മാറുക. ഇവിടെ 300-ലധികം 400ഓളം കുട്ടികൾക്ക് പഠനത്തിനും അല്ലെങ്കിൽ അനാഥരായിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്ന സേവികാ സംഘത്തെക്കുറിച്ച് ഞാൻ വായിച്ചു. അപ്പോൾ അതൊരു മാതൃകയാണ്. പക്ഷെ നമ്മൾ ഈ ക്രിസ്തുവിനൊരു ചെറിയ പ്രശ്നമുണ്ട്. എക്സസ് ആണ് എപ്പോഴും. ഒന്ന് ചോദിച്ചാൽ 2 കൊടുക്കണം, ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാതം നടക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ 2 കാതം പോകണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിയമപരമായിട്ടുള്ള ദാനങ്ങൾക്കപ്പുറത്തേക്ക് അസാധാരണമായ ഒരു ചേർത്തു നിർത്തലിലൂടെ അന്തസ്സ്, അഭിമാനം നമ്മുടെ സഹജീവികൾക്ക് നേടിക്കൊടുക്കാൻ സാധിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അവരെ നേടിയെടുക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ നല്ല ക്രിസ്തുവിന് പ്രിയപ്പെട്ട സ്ത്രീകളായി മാറുക. ഇങ്ങനെ വരുമ്പോഴാണ് അടുത്ത ഘട്ടം നിവരുക എന്നുള്ള കാര്യം സംഭവിക്കുക. നിവരുക. ഈ നോബൽ പ്രൈസ് കിട്ടിയ, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയ കെനിയക്കാരിയാണ് വങ്കാരി മാത. നിങ്ങൾ അവരെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പം മർത്തോമാ സഭയുടെ ഒരു ഭദ്രാസനം തുടങ്ങിയ കെനിയ എന്ന് പറഞ്ഞാൽ കെനിയക്കാരിയാണ് അവർ. കെനിയ നമുക്കറിയാം, ദീർഘകാലം കൊളോണിയൽ ആധിപത്യത്തിൽ ചൂഷണത്തിന് വിധേയമായ വന്ധ്യമായ ഒരു മണ്ണും ഭൂമിയും ദരിദ്ര ജനതയുമായിട്ടാണ് അവർ സ്വതന്ത്രരാകുന്നത്. അവിടെ നിന്ന് വലിയ ഭാഷാ വിദഗ്ധരൊക്കെ ഉണ്ടാകുന്ന എൻഗൂഗി വാദിയാഗോ പോലെയുള്ള വലിയ ഭാഷാ ചിന്തകരൊക്കെ ഉണ്ടാകുന്ന കെനിയയിലാണ്. ഈ ബംഗാരി മാതയുടെ ആത്മകഥയുടെ പേര് അൺബോവ്ഡ് എന്നാണ്. നമുക്കതിനെ തലകുനിയാതെ എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ആത്മകഥ ലോകം മുഴുവൻ വായിക്കപ്പെട്ട, ലോകത്തിലെല്ലാം പല പതിപ്പുകൾ ഉണ്ടായ ഒരു ഗ്രന്ഥമാണ്. ആഫ്രിക്കക്കാരിയാണ്, കറുത്ത വംശക്കാരിയാണ്. ഈ വളരെ റിജിഡായിട്ടുള്ള, ആധിപത്യമുള്ള, ഒരു പരിധിവരെ ക്രൂരനായിട്ടുള്ള ഒരു ജീവിത പങ്കാളിയുമൊത്ത് ജീവിക്കേണ്ടി വന്ന സ്ത്രീയാണ്. അതേസമയം സ്വേച്ഛാധിപതിയായ ഒരു ഭരണകർത്താവിനോടൊപ്പം ആ നാട്ടിൽ ജീവിക്കേണ്ടി വന്ന സ്ത്രീയാണ്.
പക്ഷെ അവരുടെ ജീവിതത്തെ നിർവചിച്ച് തലകുനിയാതെ എന്നാണ്. കാരണം പരിമിതമായ സാഹചര്യങ്ങളിൽ അധ്വാനിച്ചുകൊണ്ട് പഠിക്കുകയും പഠിച്ച കാര്യത്തെ അവരുടെ ജന്മനാട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അവർ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ്. ഭൂമിക്ക് പച്ച ബെൽറ്റ് ഉണ്ടാക്കുകയാണ്. അവരും കുറച്ച് സ്ത്രീകളും കൂടി മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയാണ്. മരം നടുന്നു. ഊഷരമായ മണ്ണാണ്, വലിയ ചൂടാണ്. നമുക്കറിയാം ആഫ്രിക്കൻ രാജ്യം. അവിടെ മരം നട്ട് വെള്ളമൊഴിച്ച് പരിപാലിച്ച് ഇങ്ങനെ കെനിയയെ അവർ സസ്യ നിറഞ്ഞ അല്ലെങ്കിൽ മരങ്ങളുടെ കൊണ്ട് നിബിഡമാകുന്ന ഒരു ഭൂമിയാക്കി മാറ്റുകയും ലോകത്തിലേക്ക് ഇതൊരു ചെയിൻ പ്രോസസ്സായി മാറുകയും അങ്ങനെ ലോകം ഏറ്റെടുക്കുകയും ചെയ്തു. അവർ നിവർന്നു നിന്നു. വിദ്യാഭ്യാസമാണ് അവരെ നിവർത്തി നിർത്തിയത്. ആ വിദ്യാഭ്യാസം സമൂഹത്തിലേക്ക്, താൻ ജീവിക്കുന്ന ഇടത്തിലേക്ക് ആവിഷ്കരിക്കത്തക്ക വിധത്തിൽ തൻ്റെ നിവർന്ന നിൽപ്പിനെ അവർ നിർവഹിച്ചു. ജീവിതം ഒട്ടും പോസിറ്റീവായിരുന്നില്ല അവർക്ക്. വീടിൻ്റെ കഠിനത, ഭരണാധികാരിയുടെ ക്രൂരത, ഇതിനെയൊക്കെ ചേർത്തുകൊണ്ട് കെനിയയിൽ ഇവരുടെ ഒരു സ്ത്രീയുടെ ഇടപെടൽ, ഒരു സ്ത്രീയാണ് തുടങ്ങുന്നത് ഇടപെടലാണ് കെനിയയെ സസ്യശ്യാമളമാക്കാൻ അല്ലെങ്കിൽ ആ അത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റിന് വ്യാപ്തി ഉണ്ടാകുന്നു. നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ അറിവ് സമൂഹത്തിലേക്ക് പ്രവർത്തിക്കുമ്പോൾ, സമൂഹത്തെ തൊടുമ്പോൾ, പരിസ്ഥിതിയെ തൊടുമ്പോൾ, പ്രകൃതിയെ തിരിച്ചറിയുമ്പോൾ നാം ഉണ്ടാകുന്ന ഒരു വലിയ ഒരു ചെയിൻ പ്രോസസ്സുണ്ട്. അത് പ്രകൃതിയെ നിവർന്നു നിൽക്കാൻ പ്രേരിപ്പിക്കും, മനുഷ്യരെ നിവർന്നു നിൽക്കാൻ പ്രേരിപ്പിക്കും. പീഡ അനുഭവിക്കുന്ന സ്ത്രീക്ക് വിമൻ ഫ്രട്ടേണിറ്റി അവിടെ ഡെവലപ്പ് ചെയ്യപ്പെടുകയാണ്. സംസാരിക്കുന്ന, നിവർന്നു നിൽക്കുന്ന സ്ത്രീ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ സമരായക്കാരി കർത്താവിനോട് സംസാരിക്കുകയാണ്. അവൾക്ക് അത്യാവശ്യം അറിവുണ്ട്. മശിഹായെക്കുറിച്ച് അവൾ സംസാരിക്കുകയാണ്. അതിനോടടുത്ത് തന്നെയാണ് നിക്കോദെമോസുമായിട്ടുള്ള ഡിസ്കഷൻസും വരുന്നത്. പക്ഷേ കിണറ്റിൻ്റെ കരയിൽ നിന്നുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യവഹാരമാണ്, ഒരു സംസാരമാണ് കർത്താവും ആ സ്ത്രീയും തമ്മിലുണ്ടാകുന്നു. അങ്ങനെ അവളിലൂടെ സമരിയയിലേക്ക് ചെല്ലുകയും സമരിയക്കാർ അവനിൽ വിശ്വസിക്കുകയും ചെയ്തു എന്ന് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഒരു സ്ത്രീയുടെ ജിജ്ഞാസ, അറിവ്, തുറന്ന് സംസാരിക്കാനുള്ള ജെൻറ്റിലായിട്ടുള്ള ഒരു രീതി, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടാണ്. മുമ്പ് എനിക്ക് തോന്നുന്നു റിപ്പോർട്ടിൽ ഈ പറഞ്ഞ സുവിശേഷത്തിൻ്റെ ആദ്യ പ്രചാരകൾ, സുവിശേഷ പ്രചരണം സ്ത്രീകൾ നടത്തുന്നതിനെക്കുറിച്ച് പറഞ്ഞു. ആദ്യത്തെ ഒരു സുവിശേഷവുമായി അയക്കപ്പെട്ട സ്ത്രീ അവർ എത്തുകയാണ്. ഇങ്ങനെ ഇത്തരം ഇടപെടൽ, എനിക്കൊന്ന് അന്നാച്ചാണ്ടി കേരളത്തിലെ ആദ്യത്തെ, ഇന്ത്യയിലെ തന്നെ ഹൈക്കോടതിയുടെ ജസ്റ്റിസ് ആയിത്തീർന്ന, ജഡ്ജി ആയിത്തീർന്ന മലയാളി വനിതയാണ്. അവരുടെ ആത്മകഥയിൽ അവരെ സ്വതന്ത്രമായി നിവർന്നു നിൽക്കാൻ അവർക്ക് എന്നും കൂടെ ഉണ്ടായിരുന്ന ഭർത്താവിനെക്കുറിച്ച് പറയുന്നുണ്ട്, ജീവിത പങ്കാളിയെക്കുറിച്ച് പറയുന്നുണ്ട്, മിസ്റ്റർ ചാണ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. വിദ്യാഭ്യാസം, വിവാഹിതയായി, ഗർഭിണിയായി, എന്നിട്ട് വിവാഹം തുടരുകയും നിയമപഠനം നടത്താൻ പ്രേരിപ്പിക്കുകയും അവർ കേസ് വാദിക്കുമ്പോൾ ഇദ്ദേഹം ഒരു പോലീസ് ഓഫീസറായിരുന്നുകൊണ്ട് ക്രിമിനൽ കേസുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ക്രൈം നടന്ന സ്ഥലത്ത് ചെന്ന് തെളിവുകൾ ശേഖരിക്കാൻ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ തൻ്റെ ജീവിത പങ്കാളിക്കൊപ്പം നിൽക്കുകയും ചെയ്ത ആ ഒരു ദാമ്പത്യമുണ്ട്. ഇതാണ് നിവർത്തുകയും നിവരുകയും ചെയ്യുക. അവർക്ക് വേണേൽ അക്കാലത്ത് സാധാരണ ഒരു സ്ത്രീയായി വീടകത്ത് ചുരുങ്ങിപ്പോകാമായിരുന്നു. ആലപ്പുഴയിൽ ആംഗ്ലിക്കൻ ചർച്ചിൽ ജനിച്ച് പിന്നീട് അവരുടെ ജീവിതത്തെ വിശ്വാസപരമായി തന്നെ അവരവരുടെ ജീവിതത്തെ ഡിഫൈൻ ചെയ്യുന്നൊക്കെയുണ്ട്. അത് ആത്മകഥ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ പറയുകയാണ്. എനിക്ക് തോന്നുന്നു 3:50 നിർത്തണമെന്ന് തോന്നുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നു 4 മണിക്ക് അടുത്ത പ്രോഗ്രാം തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ലോകത്തിന് സ്നേഹമുള്ള ഒരു വാക്ക്, ഒരു വിദ്യാഭ്യാസ സഹായം ഒരു സമയത്ത് കേൾക്കാൻ തയ്യാറാകുക. ചിലപ്പോൾ നമ്മുടെ എക്സസ് സമയം പോയെന്ന് വരും. ചിലപ്പോൾ നമ്മൾ വിദ്യാർത്ഥികൾ നമ്മളുടെ അടുത്തേക്ക് ഫോൺ വിളിക്കുന്ന രാത്രിയിലായിരിക്കും, മരിക്കാൻ തയ്യാറായിട്ടൊക്കെ ആയിരിക്കും ചിലപ്പം വിളിക്കുന്നത്. നമ്മൾ മണിക്കൂറുകൾ ചിലപ്പോൾ അവർക്ക് വേണ്ടി കേൾക്കാൻ തയ്യാറായെന്ന് വരേണ്ടി വരും. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അവരുടെ ജീവിതത്തെ വളഞ്ഞു പോകുന്നിടത്ത്
വക്രമാകാൻ സാധ്യതയുള്ളിടത്ത് അവരെ നിവർത്താൻ, താങ്ങി നിർത്താൻ, ലോകത്തെ ഉറ്റുനോക്കാനും വിശാലമായ കാഴ്ചകൾ ഉണ്ടാകാനും അവരെ സഹായിക്കുക. നിങ്ങൾ ഇത് പുതിയ കാര്യമല്ല. 1924 വൈക്കം സത്യാഗ്രഹം നടക്കുകയാണ്. ഈ ചെങ്ങന്നൂര് ഒരു മലങ്കര മർത്തോമ കുടുംബത്തിൽ ജനിച്ച ആളാണ് ബാരിസ്റ്റർ ജോർജ് ജോസഫ്. കേട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ബാരിസ്റ്റർ ജോർജ് ജോസഫ് കോൺഗ്രസിൻ്റെ വളരെ ആക്റ്റീവായിട്ടുള്ള പ്രവർത്തകനും നേതാവുമായിരുന്നു. ആധുനിക വിദ്യാഭ്യാസം ലഭിച്ച ആ പേരിൽ തന്നെയുണ്ട്, ബാരിസ്റ്ററാണ്. ഞാനിവിടെ പറഞ്ഞു വരുന്നത് 1924 വൈക്കം സത്യാഗ്രഹത്തിൽ അദ്ദേഹം ഇടപെടുന്നത്, ബാരിസ്റ്റർ ജോർജ് ജോസഫ് ഇടപെടുന്നത് അദ്ദേഹത്തിന് വേണ്ടിയല്ല. അതാണ് അടുത്ത നമ്മളുടെ ഈ ജീവിതത്തിൻ്റെ മറ്റൊരു തലം എന്ന് പറയുന്നത്. വഴി നടക്കാൻ വേണ്ടി കേരളത്തിലെ വൈക്കം ക്ഷേത്രത്തിൻ്റെ നിരത്ത് എല്ലാവർക്കും ഉപയോഗിക്കണം. അതിൽ പട്ടികജാതിക്കാരായ OBC-ക്കാരായിട്ടുള്ള ആളുകൾക്ക് അതിലേക്ക് പ്രവേശിക്കാൻ നിരത്തുകൾ അപ്രാപ്യമായിരുന്ന ഒരു കാലമുണ്ട്. അതിൽ കേരള ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവവുമാണ് ഈ വഴിക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ. ഇത് കേരളത്തിൽ 1893 മുതൽ വളരെ സജീവമാണ്. ഈ വഴിക്ക് വേണ്ടി സമരം നടക്കുമ്പോൾ ബാരിസ്റ്റർ ജോർജ് ജോസഫും അദ്ദേഹത്തിൻ്റെ പത്നിയും ജീവിത പങ്കാളിയും അതിൽ പങ്കെടുത്തു. ഇന്ന് നമ്മളുടെ എത്ര വലിയ സാമൂഹ്യ പ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും തങ്ങളുടെ ജീവിത പങ്കാളിയുമൊത്ത് ഇത്തരം ആക്ടിവിറ്റീസിലേക്ക് പങ്കെടുക്കാൻ സാധിക്കും. അദ്ദേഹം 24 ജയിലിലായി. നിങ്ങൾക്കറിയാം, ചരിത്രം അറിയാൻ ആ സമരം ഭയങ്കരമായി ശാരീരികമായി ഉപദ്രവിക്കപ്പെടുമ്പോഴും അഹിംസയുടെ മാർഗം സ്വീകരിച്ചുകൊണ്ട് നടത്തിയ സമരമാണ്. ആരും തിരിച്ച് അറ്റാക്ക് ചെയ്തില്ല. അപ്പോൾ ഇവരെല്ലാവരും തല്ലുകൊള്ളുകയും ഏറുകൊള്ളുകയും ഭയങ്കരമായിട്ടുള്ള ദേഹ ഉപദ്രവങ്ങൾ ഏൽപ്പിച്ച് ചോര ഒഴുകി ഇങ്ങനത്തെ വലിയ വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ബാരിസ്റ്റർ ജോർജ് ജോസഫിൻ്റെ ജീവിത പങ്കാളിയായ സൂസന്ന, ആ പേര് കേരള ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടാണ്. അദ്ദേഹം ജനിച്ചു വളർന്നത് മർത്തോമ സഭയുടെ ഭാഗമായിട്ടാണ്. ഈ സൂസന്നയാണ് ഈ സമരം ചെയ്യുന്ന സാഹസികരായിട്ടുള്ള പ്രവർത്തകർക്ക് വേണ്ടി അവിടെ നടത്തിയ ഈ ആതുര അല്ലെങ്കിൽ ഇവരെ ശുശ്രൂഷ ക്യാമ്പിൻ്റെ ചുമതല വഹിച്ചിരുന്ന അവരാണ്. അവരെല്ലാം ശുശ്രൂഷിക്കാനും അതിൽ ജാതിയില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു സിറിയൻ ക്രിസ്ത്യൻസിന് പൊതുവെയുള്ള ഒരു കുലീനത, വ്യാജ ചില ബോധ്യങ്ങളുണ്ട്. 924 ജാതിക്കതീതമായി മുറിവേറ്റ സന്നദ്ധ ഭടന്മാരെ ശുശ്രൂഷിച്ച ആ സ്ത്രീ ക്രിസ്തീയ വിമോചനത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം കൊണ്ടുണ്ടായ ബന്ധന വിടുതി സംഭവിച്ച ലിബറേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ മാതൃകയായി, അല്ലെങ്കിൽ അവരുടെ ദാമ്പത്യത്തെ അതിൻ്റെ ഒരു മാതൃകയായി ഞാൻ എൻ്റെ വായനയിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൽ ക്രിസ്തീയ വിശ്വാസം അല്ലെങ്കിൽ ദൈവവിശ്വാസം വളരെ ചില ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ നിരന്തരമായി ഉറക്കെ പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ വളരെ അത്തരത്തിൽ ഈ നമ്മുടെ വിശ്വാസത്തെ ഡിഫൈൻ ചെയ്യുകയും ദൈവത്തെ ഒരു അത്ഭുത വ്യവസായി, ഒരു മിറക്കിൾ മെർച്ചൻ്റായിട്ട് പലപ്പോഴും നമ്മൾ ദൈവത്തെ കാണുന്നു. പക്ഷേ നമ്മുടെ വിശ്വാസത്തിന് വൈകാരികമായ, ബൗദ്ധികമായിട്ടുള്ള, സാമൂഹ്യ പ്രതിബദ്ധതാപരമായിട്ടുള്ള ഒരു തലമുണ്ട്. അത് ഈ സ്വതവേ കൂനി അല്ലെങ്കിൽ രോഗം കൊണ്ട് കൂനിയായ സ്ത്രീക്ക് സംഭവിച്ച ആ രൂപാന്തരണം, ട്രാൻസ്ഫോർമേഷൻ വ്യക്തമാക്കുന്നുണ്ട്. സ്ത്രീകൾ നിവർന്നു നിൽക്കുമ്പോഴാണ് നമുക്കറിയാം, കുരിശിൻ ചുവട്ടിൽ 3 മറിയമാരാണ് അടുത്ത് തൊട്ടു നിന്നിരുന്നത്. പേരൊക്കെ ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. അതൊരു പ്രത്യേക സാഹചര്യമുണ്ട് അവിടെ. റോമൻ ഭരണകൂടം എതിരാണ്, പൗരോഹിത്യം എതിരാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അവർ ഹൃദയം തൊട്ട് വിശ്വസിച്ചാണ്. എനിക്ക് തോന്നുന്നത് ഇത്രയും കരയുന്ന സ്ത്രീകളെ കുരിശുയാത്രയിൽ കാണുന്നുണ്ട്. അങ്ങനെ വിശ്വസിച്ച ആളാണ് അവിടെ കുരിശിൽ മരിക്കുന്നത്.
ഈ പറഞ്ഞ പ്രാതികൂല്യ ശക്തികളെ, പ്രതിലോമ ശക്തികളെ ഒന്നും പരിഗണിക്കാതെ കുരിശിനെ നോക്കി നിന്ന ആ സ്ത്രീകളിൽ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിടുതിയുടെ, ബന്ധന വിമുക്തിയുടെ ഒരു തലമുണ്ട്. തീവ്രമാണത്, വളരെ തീവ്രമാണത്. ഈ തീവ്രതയിലേക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്പർശത്തിൻ്റെ ആഴങ്ങൾ, അല്ലെങ്കിൽ ആഴപ്പെട്ട സ്പർശങ്ങളും സാക്ഷ്യങ്ങളും ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ജീവിതം ഒരു മെഴുക്കുവരട്ടി പോലെ, അല്ലെങ്കിൽ ഒരു വിനോദ വ്യവസായത്തിലെ ഒരു റീല് പോലെ ആയിത്തീരുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ ഉപരിതലങ്ങളിൽ ജീവിച്ച് ഉപരിതലത്തിൽ അനുഭവങ്ങളിൽ, ഉപരിപ്ലവ അനുഭവങ്ങളിൽ അഭിരമിച്ച് കടന്നുപോകും. നമ്മളുടെ ജീവിതവും നമ്മുടെ സമൂഹവും നാം ജീവിക്കുന്ന ഇടങ്ങളും നമ്മളോട് ചോദിക്കുന്ന കാര്യമുണ്ട്. സ്ത്രീക്ക് അതിന് വലിയ ഒരു റോളുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ മഹാരാഷ്ട്രയിൽ ദളിത് ജനവിഭാഗത്തിന് വിദ്യാഭ്യാസം കൊടുത്ത ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയുടെ പേര് സാവിത്രി ഫൂലെ എന്നാണ്. നമ്മൾ ഈ സമൂഹത്തിൻ്റെ പൊതുബോധ്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നിടത്ത് ഉള്ള ഒരു സ്ഥൈര്യമുണ്ട്. ആ സ്ത്രീയുടെ സ്ഥൈര്യവും ഇടപെടലും ഒരു സമൂഹത്തിലേക്ക് വിടുതിയുടെ, അറിവിൻ്റെ, അതിലൂടെ വിമോചനത്തിൻ്റെ ഒരു ലോകം നിർമ്മിക്കുന്നുണ്ട്. നമ്മളുടെ 19-ാം നൂറ്റാണ്ട് കേരളത്തിൽ സ്കൂളുകൾ തുടങ്ങുന്ന ഒരു കാലമാണ്. എനിക്ക് തോന്നുന്നത് പുതിയ ആധുനിക വിദ്യാഭ്യാസത്തിലേക്ക് കേരളം മാറുകയാണ്. മർത്തോമ സഭ തന്നെ ഒരു നവീകരണത്തിൻ്റെ തലത്തിൽ നിന്നാണ് രൂപപ്പെടുക. ഈ നവീകരണ ഒരു പ്രസ്ഥാനം ആണിത്. അപ്പോൾ വിശ്വാസം ആഴപ്പെട്ടതായിരിക്കുക, വൈകാരിക ആഴപ്പെട്ടതായിരിക്കണം. ആഴപ്പെട്ട സ്പർശം എന്ന് പറഞ്ഞാൽ കുത്തിക്കീറണം എന്നുള്ളതല്ല. നമുക്കായി ആ ഷമാശന്മാർ ദൂരസ്ഥലത്ത് ചുവന്ന തെരുവിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതത്തെ, അവർക്ക് പ്രതികൂലമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളിൽ അവർ സൃഷ്ടിക്കുന്ന മാനവികതയുടെ, മനുഷ്യാന്തസ്സിൻ്റെ വീണ്ടെടുക്കലുണ്ട്. ഇതൊരു മാതൃകയാണ്, ഒരു ക്രിസ്തീയ മാതൃകയാണ്. നമ്മൾ ആളുകളെ മതം മാറ്റുക, അല്ലെങ്കിൽ ആളുകളെ നമ്മളുടെ മതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല. ഈ മൂല്യമാണ് ലോകത്തിന് ആവശ്യം. കൊടുക്കലിൻ്റെ, കരുതലിൻ്റെ, സ്നേഹിക്കലിൻ്റെ ഒരു ഒരു അധിക രൂപം, അധിക ഫോം. ഇത് വീട്ടിൽ ആവശ്യമാണ്. പരസ്പരം ഞാൻ പറഞ്ഞു, ഈ ബാരിസ്റ്റർ ജോർജ് ജോസഫിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിക്ക് ആ സ്ഥലത്ത് എത്താനും ഇടപെടാനും സാധിക്കണമെന്നുണ്ടെങ്കിൽ ആ ദാമ്പത്യം പാലിച്ചിരുന്ന പരസ്പരത എത്ര വലുതാണ്. ഞാൻ വിവാഹം കഴിച്ചു വരുമ്പോൾ, ഞാനൊരു കാഞ്ഞിരപ്പള്ളി കാത്തലിക് ഫാമിലിയിൽ നിന്ന് കല്യാണം കഴിച്ചു വരുമ്പോൾ എൻ്റെ പേര് ഇനിഷ്യൽ ജോർജ് ആണ്. അപ്പോൾ പെട്ടെന്ന് വീട്ടിലൊക്കെ ഒരു സംസാരം വന്നു, മാത്യു ആണ് ഹസ്ബൻഡിൻ്റെ പേര്, മ്യൂസ് മേരി മാത്യു എന്നാക്കാം. പക്ഷെ അദ്ദേഹം പറഞ്ഞു, അവൾ മ്യൂസ് മേരി ജോർജാണ്, അവളുടെ ഐഡൻറ്റിറ്റി അതാണ്. അദ്ദേഹം വലിയ സ്ത്രീവാദിയായ ഒരു മനുഷ്യനൊന്നുമായിട്ടല്ല, പക്ഷേ ഇതിനകത്ത് ഇതെനിക്ക് തന്ന, എൻ്റെ കുടുംബജീവിതത്തിൻ്റെ ആദ്യ സമയത്ത് തന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. കൂടുതൽ നിവർന്ന് നിൽക്കാൻ നമ്മൾക്ക് ഒരു ഒരാളുണ്ട് എന്ന് ഉള്ള ഒരു വിശ്വാസമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മൾ തൊടുന്നത് അറിയാൻ സാധിക്കണം എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം അയച്ചാൻ്റെ ഒരു കസിൻ എന്നെ വിളിച്ചു. എനിക്ക് തോന്നുന്നത് ഈ കസിൻസിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കല്യാണം കഴിച്ചു വന്ന് എന്നെ ഫോൺ ചെയ്യുന്ന ഒരു പെൺകുട്ടി അവളാണ്. അവരിപ്പോൾ അമേരിക്കയിലാണ്. അവിടേക്ക് അവൾ ചെല്ലുന്ന ആ സമയമാണ്. അവളുടെ മൂത്ത കുഞ്ഞിന് സംസാരശേഷിയില്ല, ബുദ്ധിക്കുറവുമുണ്ട്. അവരുടെ ചേച്ചിയുടെ വീട്ടിൽ ചെന്ന് അവിടെ ആരുമില്ല, അവരെല്ലാവരും ജോലിക്ക് ഓരോ കാര്യത്തിനും പോയി. പെട്ടെന്ന് ഇവൾ കരയാൻ തുടങ്ങി. അറിയാത്ത നാട്, ഒരു പരിചയമില്ലാത്ത ആ വീട് പോലും അവർക്ക് പരിചയമായി വരുന്നേ ഉള്ളൂ. എന്തിനാണ് ഇവൾ കരയുന്നതെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. അവർക്ക് ഒരു തരത്തിലും കുഞ്ഞിന് ആശയം പ്രകടിപ്പിക്കാനുള്ള ശേഷിയില്ല. അവൾ പറഞ്ഞു, ഞാൻ അവിടുത്തെ കസേരയിലിരുന്ന് ഇവളെ എടുത്ത് വന്ന് 16 വയസ്സെങ്കിലും കാണും കുഞ്ഞിന്, അവളെ എടുത്തു വെച്ച്, അല്ലെങ്കിൽ 15 വയസ്സെങ്കിലും കാണും, ഞാൻ അങ്ങ് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഇവിടെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവനെ, ദൈവം എന്നെ തൊട്ടു ചേച്ചി. കാരണം അവളെ ആദ്യം ഒന്ന് മൊത്തം ദേഹത്തൊക്കെ നോക്കി എന്തെങ്കിലും കടിച്ചിട്ടുണ്ടോ എന്താണെന്ന് അറിയാൻ വേണ്ടി.
ഇത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ ആ ഒരു കണ്ണുനീര് നിറഞ്ഞ് എനിക്കിങ്ങനെ ഒരു കുഞ്ഞിനെ അവിടുന്ന് തന്നു. ഇവളുടെ ഈ കരച്ചിൽ ഞാൻ എങ്ങനെയാണ് അറിയുക? ഈ ഈ ചോദ്യം അവിടുന്ന് കേട്ടു എന്നാണ് അവൾ പറഞ്ഞത്. എന്നെ കർത്താവ് തൊട്ടു. ഞാൻ ഇവളെ നോക്കുമ്പോൾ ഇവളെ കൈയും കാലുമൊക്കെ നോക്കുമ്പോൾ ഇവളുടെ കൈ പൊള്ളിയിരിക്കുകയാണ്. ഹീറ്റർ അവിടെ തണുത്ത സ്ഥലം, തണുപ്പ് പ്രദേശമല്ലേ, ഹീറ്റർ കൈമുട്ടിയതാണ്, കൈ വെച്ചതാണ്. അപ്പോൾ ചെറിയ ജീവിതയിടങ്ങൾ ഉണ്ടാവാം, വലിയ ജീവിതയിടം ഉണ്ടാവാം. ഇതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ നെറ്റ്വർക്ക് പോലെ പോകുന്ന ഒരു കാര്യമുണ്ട്. വ്യക്തി, 2 പേര്, കുടുംബം, മാതാപിതാക്കൾ, ഇൻലോസ്, ലോകം, സമൂഹം, തൊഴിലിടം, രാജ്യം, ഇങ്ങനെ പോകുന്ന ഒരു വലിയ നെറ്റ്വർക്കിൽ നമ്മൾ ഈ അനാഥത, അച്ഛൻ തിരുമേനി മുമ്പ് പറഞ്ഞു, ഈ അനാഥരാണ് പലപ്പോഴും. ആ അനാഥത്വത്തെ ചേർത്ത് പിടിക്കണമെങ്കിൽ, അതിനെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്പർശങ്ങൾ ആവശ്യം. വാക്കാകാം, നോട്ടാകാം, ചേർത്ത് വെക്കലാവാം, സാമ്പത്തിക സഹായമാകാം. ഇതിലേക്ക് നമ്മൾ വളരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോഴാണ് ഇടങ്ങൾ നിവരുക. പഴയകാല എനിക്കൊന്ന് ഇന്ത്യയിൽ, കേരളത്തിൽ ഏറ്റവും അധികം ഈ പറഞ്ഞ ഒരു ഇടപെടൽ സാധ്യമാക്കിയത് ക്രിസ്തീയ വിശ്വാസത്തിനൊരു വലിയ പങ്കുണ്ട്. അതിൻ്റെ അടുത്ത ഒരു ഘട്ടം പിന്നീട് കേരളത്തിൻ്റെ സാമൂഹ്യ മാറ്റങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ കൺവെൻഷൻ്റെ ഈ ദിവസം എനിക്കും വയ്ക്കാനുള്ള ഇതാണ്. വിടുതി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ചേർത്തുവയ്ക്കലും തിരിച്ചറിവും നിവർന്നു നിൽക്കലും ഒക്കെ ചേരുമ്പോഴാണ്, ആ ഘട്ടങ്ങൾ കഴിയുമ്പോഴാണ് ലിബറേഷൻ, വിടുതി എന്ന് പറയുന്നത്. വിശ്വാസത്തിന് ഒരു വിടുതിയുടെ തലമുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്താണ് കുഷ്ഠരോഗിയെ തൊടുന്നു. എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞ് തൊട്ടത്. ഈ മദർ തെരേസയുടെ ലൈഫ് സ്റ്റോറി വായിക്കുമ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്, അവർ പറയുന്നുണ്ട്, എങ്ങനെയാണ് ഈ ദേഹമെല്ലാം പഴുത്തും മുറിഞ്ഞും ഒക്കെ കിടക്കുന്നത്. എനിക്കൊന്ന് ബംഗാൾ വിഭജനത്തിൻ്റെ അഭയാർത്ഥി പ്രവാഹവും തെരിഞ്ഞ് കൽക്കട്ടയിൽ മരിച്ചു വീഴുന്ന മനുഷ്യരും ഒക്കെയുള്ള ഒരു കാലത്താണ് മദർ അവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അവർ മതം മാറ്റുക അല്ല ചെയ്തത്. ഞാൻ ഇവരെ തൊടുമ്പോൾ ഈശോയെയാണ് തൊടുന്നത് എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ രോഗിയായിരിക്കുമ്പോൾ നമ്മളെ തൊടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് വളരെ പ്രിയപ്പെട്ടവരുടെ ദൂരെ നിന്നുള്ള സംസാരം പോലും നമുക്ക് സ്പർശമായിട്ട് അത് അറിയാൻ സാധിക്കണം. പക്ഷെ അതേ സമയം തന്നെ നമ്മൾ ഇടപെടേണ്ട, തൊടണ്ട, തലോടണ്ട, കരുതണ്ട, കൊടുക്കേണ്ട ഇടങ്ങളുണ്ട്. അതാണ് പലപ്പോഴും മനുഷ്യാന്തസ് വീണ്ടെടുക്കത്തക്ക വിധം നിവർത്തുന്നത്. അപ്പോൾ എൻ്റെ വാക്കുകളിലേക്ക് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. സങ്കീർത്തനം 84 എന്ന് തോന്നുന്നു ഒരു വാക്യമുണ്ട്, ഒരു ആശയമുണ്ട്. ദയയും വിശ്വസ്തതയും പരസ്പരം എതിരേൽക്കുന്നു, നീതിയും സമാധാനവും ചുംബിച്ചിരിക്കുന്നു. അല്ലേ? എനിക്കത് വായിക്കുമ്പോഴെല്ലാം എന്തൊരു നല്ല കവിതയാണ് എന്നാലോചിക്കാറുണ്ട്. അപ്പോൾ എനിക്കും പ്രാർത്ഥിക്കാനത് മാത്രമേ ഉള്ളൂ. വിശ്വാസവും ദയയും എതിരേൽക്കുന്ന, നീതിയും സമാധാനവും ചുംബിച്ചിരിക്കുന്ന ഹൃദയ ഇടങ്ങൾ, ഉള്ളിടങ്ങളും വീടിടങ്ങളും നാട്ടിടങ്ങളുമൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അത് തീർച്ചയായിട്ടും സാധിക്കും. നമ്മളിലുള്ള ഇവിടെ ഇരിക്കുന്ന ഇന്നത്തെ ഈ ഒരു വലിയ കൂടിവരവ്, ഈ വെയിലിൽ, ഈ വേനലിൽ, ഈ മണൽപ്പരപ്പിൽ ഇത്ര സമയം ഇരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തൊരു വലിയ സമർപ്പണമുണ്ട്. ഈ സമർപ്പണമാണ് ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ മുഖത്തെ ഒരു പിക്ചർ, ഒരു ചിത്രം. ഇതൊരു ചിത്രമായിട്ടാണ്, ഇതൊരു വിഷ്വലാണ്, ദൃശ്യമായിട്ട് എനിക്ക് അനുഭവപ്പെടുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കരങ്ങൾ നീളട്ടെ. എല്ലാ ആശ്ലേഷങ്ങളും തൊട്ടുപിടിച്ചുള്ളതാവണമെന്നില്ല. വിദൂര ആശ്ലേഷങ്ങളുണ്ട്. ചിലപ്പോൾ അതിനൊരു വാക്കു മതിയായിരിക്കും, ചിലപ്പോൾ ഒരു ഫോൺ വിളി മതിയായിരിക്കും. വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യാൻ മുട്ടി നിന്നിട്ട് വിളിച്ച് എനിക്കറിയാം പലതവണ. അപ്പോൾ എനിക്ക് കഞ്ഞിയും കറിയും വെക്കാനൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ അവർക്ക് വേണ്ടി സമയം കൊടുത്തത് കൊണ്ട് ചിലപ്പോൾ 1 ജീവനല്ല 2 ജീവൻ വരെ രക്ഷപ്പെട്ടിട്ടുള്ള അനുഭവങ്ങളുണ്ട്.
ഇതാരും ആരെയും വിശ്വാസത്തിൽ മാറ്റം വരുത്താനൊന്നുമല്ല. ഈ സമൂഹത്തെ നീരുറവയുള്ള ഇടമാക്കി മാറ്റണമെങ്കിൽ അത് വേണം. ഊഷരമാണ്. ഇപ്പം ഈ പുഴയുടെ തീരത്തെയും കടലിൻ്റെ തീരത്തൊക്കെ മണ്ണിൽ ജലം പിടിച്ചു നിൽക്കാൻ അത്ര എളുപ്പമല്ല. മലനാട്ടിലെ മലമ്പ്രദേശങ്ങളിലെ മണ്ണിലാണെങ്കിൽ വെള്ളം പിടിച്ചു നിൽക്കും. അത്തരത്തിൽ നല്ല നല്ല വെള്ളം പിടിച്ചു നിൽക്കുന്ന ഫലഭൂഷ്ടമായിട്ടുള്ള നല്ല ജീവനുള്ള മണ്ണുകളാണ് നമ്മളുടെ മനസ്സും ശരീരവും. ഈ മണ്ണ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. മണ്ണിനാൽ മെനഞ്ഞു എന്ന് പറയുന്നു, ജീവൻ കൊടുത്തു എന്ന് പറയുന്നു. ഏറ്റവും വലിയ മണ്ണാണ് നമ്മൾ. മണ്ണാണ്, മണ്ണിലേക്ക് പോകാനുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ചാലഞ്ച് തരികയാണ്. ഇപ്പോൾ എല്ലായിടത്തും ചാലഞ്ചാണ്. ഈ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, എന്താണ്, കരച്ചിൽ രാപ്പാർക്കുന്ന അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? കരച്ചിൽ രാപ്പാർക്കുന്ന അന്തികൾ. കരച്ചിൽ രാപ്പാർക്കുന്ന അന്തികളും, വാക്യം അങ്ങനെയല്ല, ഞാൻ ആ രാപ്പാർക്കുന്ന എന്ന് മാത്രം സ്വീകരിച്ചു. അന്തികളും ആനന്ദ നദി. ഇതും ഈ വാക്യം ഞാനൊരു കവിത പുസ്തകം ഉണ്ടാക്കണം, എനിക്ക് അതിന് പേര് വെക്കാൻ വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് ആനന്ദ നദി. ഈ വളരെ ഹൃദ്യമായിട്ടുള്ള എന്താണ് ഒരു വാക്കാണ് ആനന്ദം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു കേവലം സന്തോഷത്തിനപ്പുറത്തേക്ക് ഒരു സ്പിരിച്വൽ അംശവും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് പൊതുവെ ഈ സ്വാമിമാരിൽ ആനന്ദ എലമെൻ്റ് വരിക. അപ്പോൾ ആനന്ദ നദി നമുക്ക് നൽകാറുണ്ട്. അപ്പോൾ ഒരിക്കൽ പോലും ആനന്ദ നദിയിൽ മുങ്ങി നിവരാൻ സാധിക്കാത്തവരുടെ പുലരികളും, കരച്ചിൽ ടാപ്പാർക്കുന്ന സന്ധ്യകളും, ഒരിക്കൽ പോലും ആനന്ദ നദിയിൽ മുങ്ങി നിവരാൻ സാധിക്കാത്ത പുലരികളുമുള്ളവർ നമുക്കിടയിലുണ്ട്. പലപ്പോഴും ഈ വെയിലിൻ്റെ നട്ടുച്ചയുടെ എരിവുള്ള തൊണ്ടയോടുകൂടി അവർ നിലവിളിക്കാറുണ്ട്. വേവുന്ന പകലിൻ്റെ എരിയുന്ന നട്ടുച്ച പോലെയുള്ള നിലവിളികൾ ഉണ്ടാകാറുണ്ട്. അവിടേക്ക് നോക്കാൻ, തൊടാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചാലഞ്ച് മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമ്മളുടെ വാക്കുകളിന്മേലും നമ്മുടെ ജീവിതത്തിന്മേലും നമ്മുടെ ജീവിത ഇടങ്ങളുടെ എല്ലാ അംശങ്ങളിലും അതിൻ്റെ എല്ലാ ജൈവികതയുടെ ചെറുതന്തുക്കളിൽ പോലും ദൈവ അനുഭവത്തിൻ്റെയും കരുണയുടെയും ഇടമുണ്ടാകട്ടെ. ഇവിടെ റേച്ചൽ കൊച്ചമ്മയെ പോലെയുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ കേരളത്തിൽ പല ചർച്ച് ഗ്രൂപ്പിൽ ഇങ്ങനെയുള്ള കുറച്ച് വിമൻ ഫെലോഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുമായിട്ടൊരു ഫ്രണ്ടേണിറ്റി പലപ്പോഴും ഉണ്ട്, ഒരു സൗഹൃദമുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നു നിങ്ങളെയൊക്കെ കാണാൻ കാരണമായത്. അപ്പോൾ എൻ്റെ ചലഞ്ച് മുന്നോട്ട് വെച്ചുകൊണ്ട് ജീവൻ്റെ നദി നിലനിൽക്കട്ടെ, ഒഴുകട്ടെ, അത് ആനന്ദ നദിയായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.